ഞാനിപ്പോൾ നിൽക്കുന്നത് സാബർമതി ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷന് മുന്നിലാണ്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ദില്ലിയിലേക്ക് പോവാണ് അഹമ്മദാബാദിൽ നിന്നും ആശ്രമം എക്സ്പ്രസ്സിൽ. അപ്പോൾ ആശ്രമം എക്സ്പ്രസ്സിന്റെ യാത്രയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ കാണുന്നത് സാബർമതി ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനാണ് കേട്ടോ. ബുള്ളറ്റ് ട്രെയിനിന്റെ സ്റ്റേഷനൊക്കെ ഫുള്ള് പണിത് കഴിഞ്ഞു, പക്ഷേ ബുള്ളറ്റ് ട്രെയിൻ വന്നിട്ടില്ല ഇതിലായിട്ടും. സ്റ്റേഷനൊക്കെ ഫുള്ള് പണിത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സാബർമതി BG റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. സാബർമതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ വണ്ടി ആരംഭിക്കുന്നത്. സാബർമതിയിൽ നിന്നും ഓൾഡ് ദില്ലിയിലേക്കാണ് ഈ ഒരു ആശ്രമ എക്സ്പ്രസ് പോകുന്നത്. ആശ്രമ എക്സ്പ്രസ് എന്നാണ്, ഞാനത് ആശ്രമം എന്ന് പറഞ്ഞതേ ഉള്ളൂ. പുതിയൊരു ട്രെയിൻ യാത്ര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു ചായ ലവറാണെങ്കിൽ ഇവിടുത്തെ ചായ ഒരെണ്ണമൊന്നും കുടിച്ചാൽ പറ്റത്തില്ല. ഒരു 3 ആളെങ്കിലും കുടിക്കണം നമ്മുടെ അവിടുത്തെ. ഇന്ന് നോക്ക് എന്തോന്നിത്, ഇതൊരു 10 അമ്പലെങ്കിലും കാണുമോ? എൻ്റെ ദൈവമേ, കുറച്ചേ ഉള്ളെങ്കിലും സാധനം അടിപൊളി സാധനം കേട്ടോ. കുറച്ച് തരത്തുള്ളൂ, പക്ഷേ അടിപൊളി സാധനം. നമ്മുടെ അടുത്ത ചായയെക്കാട്ടും വലിയ നൈറ്റ് പോയത്. അപ്പോൾ നമ്മൾ സാബർമതി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വന്നിരിക്കുകയാണ്. ഇവിടെ സാബർമതിയിൽ തന്നെ 2 സ്റ്റേഷനുണ്ട്, ജംഗ്ഷനും ഉണ്ട്, സാബർമതി BG ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ഇവിടെ മുന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ട്രെയിൻസ് ടു നോർത്ത് ഇന്ത്യ ആൻഡ് വയ മെഹസന പാലൻപൂർ ഡിപ്പാർട്ട് ഫ്രം ദി സ്റ്റേഷൻ. അതായത് ഈ കാണുന്ന സ്റ്റേഷൻ, അതായത് ഡൽഹിയിലേക്കും പിന്നെ പാലൻപൂർ മറ്റേ രാജസ്ഥാൻ ജയ്പൂർ ഭാഗത്തേക്കുള്ള വണ്ടികളെല്ലാം ഈ സ്റ്റേഷനിൽ നിന്നാണ് പുറപ്പെടുന്നത്. ആൻഡ് ട്രെയിൻസ് ടു സൗരാഷ്ട്ര ആൻഡ് കച്ച് വയ വിരംഗം, അതായത് നമ്മൾ രാവിലെ മറ്റേ നമോഭാരതിന് വന്ന വഴി, ആ വഴി പോകുന്ന വണ്ടികളെല്ലാം സബർമതി ജംഗ്ഷനിൽ നിന്നായിരിക്കും പോകുന്നത്. മനസ്സിലായോ? അതായത് ഈ നമ്മളിപ്പോൾ ഉള്ള സ്റ്റേഷനിൽ നിന്ന് ഡൽഹി ഭാഗത്തേക്ക് രാജസ്ഥാൻ ഭാഗത്തേക്കാണ് വണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സബർമതി BG സ്റ്റേഷനിലാണ്. സബർമതി BGയും സബർമതി ജംഗ്ഷനും 2 എപ്പോഴും തെറ്റിപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ വണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സാബർമതി സ്റ്റേഷൻ്റെ ബിൽഡിങ്. ഇവിടെ ആസ് യൂഷ്വൽ പുതിയതായിട്ടൊരു ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. അപ്പോൾ ഇതാണ് സാബർമതി BG റെയിൽവേ സ്റ്റേഷൻ്റെ കെട്ടിടം കേട്ടോ. ഒരുപാട് വണ്ടികൾ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നൊരു സ്റ്റേഷൻ കൂടാണ്. ഇവിടെ മുന്നേ തന്നെ മുകളിൽ ഗാന്ധിജിയുടെ ഒരു പടം അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഗാന്ധിജിയുടെ ഓരോ പടങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സാബർമതി സ്റ്റേഷൻ. നോക്കിയേ, പഴയ കെട്ടിടമാണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ സാബർമതി എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ അലൈറ്റ് ഹിയർ ഫോർ ദി ഫേമസ് സത്യാഗ്രഹ ആശ്രമം ഓഫ് മഹാത്മാഗാന്ധി. അതായത് സബർമതി ആശ്രമത്തിലേക്ക് പോകേണ്ടവർക്ക് ഇവിടെ ഇറങ്ങിയാൽ മതി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ വർഷവും ഹിസ്റ്ററിയൊക്കെ, ബ്രീഫ് ഹിസ്റ്ററി. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ. നമ്മുടെ വണ്ടി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. വണ്ടി ഇപ്പോൾ ഇല്ല കേട്ടോ. വണ്ടി 7:45 പുറപ്പെടുന്നത്. അപ്പോൾ അത് എവിടെ വരുന്നതെന്ന് ആർക്കറിയാം, നോക്കട്ടെ. ഇവിടെ സാബർമതി സ്റ്റേഷന് 1ാമത്തെ പ്ലാറ്റ്ഫോമിന് കണക്ഷൻ കണ്ടു, ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനിലേക്ക് കണ്ട കണക്ഷൻ പോയേക്കുന്നുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം അവർ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ട്രെയിൻ മാത്രം ഓടിത്തുടങ്ങാനുള്ള താമസം മാത്രമേ ഉള്ളൂ. പില്ലർ വരെയായി. ട്രാക്ക് വയ്ക്കുക, ട്രെയിൻ കൊണ്ടുവരിക, ഓടിക്കുക, അതിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. എസ്കലേറ്റർ വരെ വെച്ച് നോക്കി. ഇത് ഇവിടെ നിന്ന് ഇപ്പോൾ 2 മിനിറ്റിനുള്ളിൽ പുറപ്പെടുന്ന സാബർമതി ഗ്വാളിയർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയി കിടക്കുന്നത് കേട്ടോ. സാബർമതിയിൽ നിന്ന് ഗ്വാളിയർ പോകുന്ന വണ്ടിയാണിത്. നമ്മുടെ ആശ്രമം എക്സ്പ്രസ് ഇവിടെ 3-ന് വിടുമെന്നാണ് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കേട്ടോ. നമ്മുടെ ട്രെയിൻ മാനേജർ സാറ് വണ്ടി വിടാൻ വേണ്ടി പച്ചക്കടി കാണിക്കുകയാണ്. ഇവിടെ നിന്നിട്ട് ടോക്കിക്കടൊക്കെ ഡിപ്പാർച്ചർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കുകയാണ്. ഇത് കണ്ടോ, സ്ലീപ്പർ കോച്ച് ജനറൽ കോച്ചായിട്ട് കൊടുത്തേക്കുന്നുണ്ട്. അതൊക്കെ GS ഒന്നും പറഞ്ഞോളൂ. GS എന്ന് വെച്ചാൽ ജനറലിനാണേ, സ്ലീപ്പർ കോച്ചാണ് കണ്ട. 2027 മേടിച്ച കോച്ച് പോരെ. നോക്കൂ എന്തോ കാണിക്കുന്നത് എനിക്ക്. ദൈവമേ, ആ പുള്ളി എങ്ങനെ കയറും അതിനകത്ത്? കഷ്ടം. വിമാനം പോകുന്നുണ്ട് ഇവിടെ അടുത്തെങ്ങാണ്ടാന്ന് തോന്നുന്നു എയർപോർട്ട്. ഈ വിമാനം കണ്ടോ, ഞാൻ ഫ്ലൈറ്റ് റഡാറിൽ നോക്കിയാണേ. ഇത് അഹമ്മദാബാദിന് ദുബായിക്ക് പോകുന്ന സ്കൈ അങ്കോർ എയർവേസ് എന്നൊരു വിമാനമാണേ. അത് ലീസിനടുത്തേക്ക് വന്നു തോന്നുന്നു. അത് ഓപ്പറേറ്റഡ് ബൈ സ്പൈസ് ജെറ്റ് എന്നാണ് അത് കാണിച്ചേക്കുന്നത്. കൊള്ളാം, എന്തായാലും നല്ല രസമുണ്ട് വിമാനം പോകുന്നതാണ് അല്ലേ. ഒരാൾക്കോ വെച്ച് ഒരു റേക്ക് ഷണ്ട് ചെയ്തുകൊണ്ട് വരികയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഏതോ പുറപ്പെടുന്ന വണ്ടിയുടെ റേക്കാണ് തോന്നുന്നു കേട്ടോ. സ്വർണ്ണ ജയന്തി രാജധാനി എക്സ്പ്രസ്. ഇത് ഇവിടുന്ന് വരുന്ന രാജധാനിയാണ്. നേരത്തെ അഹമ്മദാബാദിലാണ് ഈ രാജധാനി വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ സാബർമതിന്നാക്കി. സബർമതിനെ നെയ്ദില്ലിക്ക് പോകുന്ന രാജധാനിയുടെ റേക്കാണ് ഈ ഷണ്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഈ വണ്ടി 7:05 ഇവിടുന്ന് പുറപ്പെടുന്ന അടിപൊളി. ഇവിടുത്തെ ഗുജറാത്തിന്റെ രാജധാനിയാണ് ഇത് കേട്ടോ. സ്വർണ്ണ ജയന്തി രാജധാനി, അതാണ് ഇതിന്റെ പേര്. നമ്മുടെ ആശ്രം എക്സ്പ്രസിന്റെ റേക്ക് ഷണ്ട് ചെയ്തുകൊണ്ട് വരികയാണ്. നേരത്തെ കണ്ട സെയിം ആൾക്കോ. അടിപൊളിയാണ്. നമ്മുടെ കോച്ച് ഏറ്റവും ബാക്കിലാട്ടോ. എല്ലാം നമ്മളെപ്പോൾ കയറാണ്, കോച്ച് എപ്പോഴും ബാക്കിലായിരിക്കും. ഫ്രണ്ടിൽ വരുന്ന ഭയങ്കര ചുരുക്കമുണ്ട്. ആശ്രം എക്സ്പ്രസ്, മാൻഡോർ എക്സ്പ്രസ്.
ഈ മാൻഡോർ എക്സ്പ്രസ് എന്ന് പറയുന്നത് റൈഡ് ഷെയറിംഗ് ഉണ്ട് ഈ വണ്ടിയായിട്ട്. ഞാൻ പറയാം അതെന്തുവാ സംഭവം എന്ന്. അപ്പോൾ ഇതാണ് ആശ്രം എക്സ്പ്രസ്. ഇതിൻ്റെ ഫസ്റ്റ് AC കേട്ടോ, H1. നമ്മുടെ സെക്കൻഡ് AC ആണേ, A1 നമ്മുടെ. അതെ, H1 തൊട്ടടുത്ത് A1 കണ്ടോ, ഫസ്റ്റ് AC തൊട്ടടുത്ത്. ഇതാണ് നമ്മുടെ കോച്ച്, വാതാനുകൂലി 2 ടയർ പുത്തൻ കോച്ചാണ്, 2022 മേഡ് കോച്ചാണ്. അടിപൊളി കോച്ചാണ് കണ്ടോ, നൈസ്. ആശ്രം എക്സ്പ്രസ്. ഇത് ഡൽഹിക്ക് പോകുന്ന വണ്ടി ആയിട്ടുള്ളതെന്ന് അറിയത്തില്ല, ജനറലൊക്കെ ഒരു സൈഡിലാണ് കേട്ടോ, നൈസ്. ആശ്രം എക്സ്പ്രസ്സിന് നെയിം ബോർഡിൻ്റെ ഒരു പിക്ക് എടുക്കാൻ മതി. ഇതിന് ഏറ്റവും മുന്നിൽ പോകണം. ലോക്കോ നോക്കണേ, ലോക്കോ ഇപ്പോൾ കൊണ്ട് പിടിപ്പിക്കാന്ന് അറിയത്തില്ല, നമുക്ക് പയ്യെ പോയി നോക്കാം ലോക്കോ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടുത്തെ വണ്ടികളിലെ കോച്ചുകളൊക്കെ ഭയങ്കര വൃത്തിയാണ്. പുറത്തൂടെ അകവും വലിയ സീനൊന്നുമില്ല, പുറത്തൂടെ നല്ല വൃത്തിയാട്ടോ കണ്ടോ, നല്ല തിളങ്ങുന്ന എല്ലാ കോച്ചും എല്ലാ വണ്ടിയുടെ. എന്തായാലും കൊള്ളാം കേട്ടോ. കോച്ച് തുറന്നിട്ടില്ല, വരവിക്കാറ് 7 മണിയാവും തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കോച്ചുകൾ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയിട്ട് വരാം. 3 2 ടയർ ഉണ്ട് ഇതിന്, 3 2 ടയർ തന്നെ, പിന്നെ 3 ടയറാണ് സ്റ്റാർട്ടിങ്. ഇതിന് B5 വരെ ഉണ്ട്, B5 പിന്നെ ഒരു B1 ഉണ്ട്. B1 എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ കോച്ചാണ് തേർഡ് AC. മൊത്തത്തിൽ 6 തേർഡ് AC ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് എക്കണോമിയാണ്, 2 എക്കണോമിയേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ലീപ്പറാണ് കേട്ടോ, S6 മുതലാണ് തുടങ്ങുന്നത്. അപ്പം മൊത്തത്തിൽ 6 സ്ലീപ്പർ ഉണ്ട് ഇതിന്. S1 കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ജനറൽ കണ്ടോ. പിന്നെ എത്ര ജനറൽ ഉണ്ടോ നോക്കിയിട്ട്, ജനറലൊക്കെ ഫുള്ളായപ്പോൾ തന്നെ ജാം പാക്ഡ് ആണെന്ന് വെച്ചാൽ ജാം പാക്ഡ് ഒന്നുമല്ല, സിറ്റിംഗ് ആണ്. ഈ കോച്ചിലൊക്കെ സിറ്റിംഗ് ആൾക്കാരേ ഉള്ളൂ. ഇനി 3 ജനറൽ കോച്ചാണുള്ളത്. 3 ജനറൽ കോച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ജനറേറ്റർ കാറ് ലോക്കോ. ഭഗത് കി കോട്ടി ഷെഡിന്റെ ഒരു WP7 ആണ് നമ്മുടെ സാരഥി കേട്ടോ. ഇവിടെ നിന്ന് സബർമതി സ്റ്റേഷനിൽ നിന്ന് ഓൾഡ് ഡൽഹി വരെയാണ് ഈ വണ്ടി പോകുന്നത്. അപ്പോൾ ഓൾഡ് ഡൽഹി വരെ ഈ ഒറ്റ ലോക്കോ ആണ്. 39211 എന്നാണ് ഈ ലോക്കോയുടെ നമ്പർ കേട്ടോ. ഭഗത് കി കോട്ടി WP7. ക്രൂ ഒക്കെ കയറി, ക്രൂ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 3/4 മണിക്കൂറിനുള്ളിൽ നമ്മുടെ വണ്ടി കിടന്ന് പുറപ്പെടും. നമ്മുടെ വണ്ടി പോകുന്ന റൂട്ട് മറ്റേ ഡബിൾ സ്റ്റാക്ക് റൂട്ട് ആയതുകൊണ്ട് നമ്മുടെ ലോക്കോയുടെ പാൻഡോഗ്രാഫ് ഹൈ റൈസ് പാൻഡോഗ്രാഫ് ആണ് കണ്ടോ. ഈ ഒരു പാൻഡോഗ്രാഫിനാണ് ഹൈ റൈസ് പാൻഡോഗ്രാഫ് എന്ന് പറയുന്നത്. നല്ല ഉയരത്തിൽ ഇത് പോകും. നമ്മൾ നമ്മുടെ കോച്ചിൻ്റെ അവിടെ എത്തി, കോച്ച് തുറന്നിട്ടുണ്ട്, നമുക്ക് അകത്തേക്ക് കയറാം. ഇനി കോച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ബർത്ത് നടുക്കായിട്ടാണ്, AC ഒന്നും ഓണാക്കിയിട്ടില്ല. ഇതാണ് നമ്മുടെ ബർത്ത് കേട്ടോ, 29 സൈഡിൽ കറക്റ്റ് ബർത്ത് നടുക്ക്. നേരത്തെ ബുക്ക് ചെയ്യേണ്ട സംഭവം കിട്ടി, കൊള്ളാം, നൈസ്. ഇതിന്റെ ബാത്റൂം കാണിച്ചു തരാം. ഓക്കെ കുഴപ്പമില്ല, നീറ്റുണ്ട്. താഴെ ഇതെന്തോ എൻ്റെ ഇളകിപ്പോയതാ. ഇതിലെ അറ്റൻഡർ ഭയങ്കര ആത്മാർത്ഥത, എല്ലാവർക്കും വിരിച്ചു വരി കൊടുക്കുന്നു കേട്ടോ, ഭയങ്കര ആത്മാർത്ഥതയാണല്ലോ. കറക്റ്റ് 7:40 നമ്മുടെ ആശ്രമം എക്സ്പ്രസ് ഇവിടെ നിന്ന് സബർമതിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് മഹേസന ജംഗ്ഷൻ എന്നൊരു സ്ഥലത്താണ് കേട്ടോ. സബർമതി PG സ്റ്റേഷൻ ഫുൾ അണ്ടർ റിനോവേഷനിലാണ്. എന്തൊക്കെയോ വലിയ സംഭവങ്ങളൊക്കെയാണ് പണിയുന്നത് കേട്ടോ. പണിത് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. സബർമതി സ്കിപ്പ് അടിച്ച് ഏതോ ഒരു വണ്ടി പോകുന്നുണ്ടോ. ഇത് രാവിലെ കണ്ട വണ്ടിയാണല്ലോ, മറ്റേ ഭുജ് പൂനെ എക്സ്പ്രസ്. ആ വണ്ടി കേട്ടോ, രാവിലെ പൂനെ ഭുജ് എന്നൊരു വണ്ടി ഉണ്ടായിരുന്നു, മറ്റേ നമോ ഭാരതിന് പോകുന്നത്. ആ ഒരു വണ്ടി റിട്ടേൺ വരും കേട്ടോ, ഭുജ് പൂനെ എക്സ്പ്രസ് കണ്ടാ. ഈ ട്രെയിനിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് നമ്പർ 12915 എന്നാണ്. ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ്, ഡെയിലി ഓപ്പറേറ്റ് ചെയ്യുന്ന, സബർമതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. ഇത് ഇവിടെ നേരെ അബൂർ റോഡ്, അജ്മീർ, ജയ്പൂർ, റിവാടി വഴിയാണ് ഇത് ഓൾഡ് ഡൽഹിക്ക് പോകുന്നത്. രാവിലെ 10 മണിക്ക് ഇത് ഓൾഡ് ഡൽഹി എത്തും. നമ്മൾ ഓൾറെഡി പോയിട്ടുള്ള വഴിയാണ് കേട്ടോ നമ്മൾ ഈ പോകുന്നത്. പോകാത്ത വഴിയൊന്നുമില്ല, പോയിട്ടുള്ളതാണ്, ഡേ ലൈറ്റിൽ പോയിട്ടുള്ളതാണ്. ഇപ്പം നൈറ്റിലാണ് പോകുന്നത്. ഇവിടെ രാവിലെ എണീക്കുമ്പോൾ മിക്കവാറും രാജ്ഗഡ് എത്തും. രാജ്ഗഡ് എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലാണ്. അപ്പോൾ രാജസ്ഥാൻ വഴിയാണ് നമ്മൾ പോകുന്നത്, ജയ്പൂർ വഴിയാണ് നമ്മൾ പോകുന്നത്, അജ്മീർ ജയ്പൂർ വഴി. അഹമ്മദാബാദ് ഡൽഹി റൂട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന 3ാമത്തെ ഫാസ്റ്റസ്റ്റ് വണ്ടിയാണ് ഈ ആശ്രം എക്സ്പ്രസ്. ഫസ്റ്റ് നമ്മൾ നേരത്തെ കണ്ട സ്വർണ്ണജയന്തി രാജധാനി, സെക്കൻഡ് ഗുജറാത്ത് സമ്പർക്ക് ക്രാന്തി, തേർഡാണ് ഈ ആശ്രം എക്സ്പ്രസ്. 926 കിലോമീറ്റർ 14 മണിക്കൂർ 20 മിനിറ്റ് എടുത്തിട്ടാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇതിന്റെ റേറ്റ് ഷെയറിംഗ് എങ്ങനെയാണെന്ന് അറിയാം. ഇത് സബർമതിയുടെ വണ്ടിയാണ്. സബർമതിയിൽ നേരെ ഓൾഡ് ഡൽഹി പോകും. ഓൾഡ് ഡൽഹിയിൽ ഇത് മൻഡോർ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ജോധ്പൂരിലേക്ക് പോകും. എന്നിട്ട് അവിടെ തിരിച്ച് വീണ്ടും ഓൾഡ് ഡൽഹി വരും. എന്നിട്ട് ആശ്രം എക്സ്പ്രസ് ആയിട്ട് സബർമതിയിലേക്ക് വരും. സബർമതിയിൽ നിന്ന് ഓൾഡ് ഡൽഹി, ഓൾഡ് ഡൽഹിയിൽ ജോധ്പൂർ, ജോധ്പൂരിൽ നിന്ന് ഓൾഡ് ഡൽഹി, ഓൾഡ് ഡൽഹിയിൽ നിന്ന് സബർമതി. 2 വണ്ടിയായിട്ട് ആശ്രമ ഇവിടെ നിന്ന് ഡൽഹിക്ക്, സബർമതി ഡൽഹി, മൻഡോർ സൂപ്പർ ഫാസ്റ്റ് ഓൾഡ് ഡൽഹിയിൽ നിന്ന് ജോധ്പൂരിലേക്ക്. നമ്മുടെ ആശ്രമം എക്സ്പ്രസിന്റെ ഫസ്റ്റ് സ്റ്റോപ്പായ മഹസന ജംഗ്ഷൻ എന്നൊരു സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. മഹേസണ ജംഗ്ഷൻ. തണുപ്പ് ഇപ്പോഴേ തുടങ്ങി, ഇപ്പൊ സമയം 8:30 ആയതേ ഉള്ളൂ.
നമ്മളിവിടെ മെഹസനാന്ന് ഇത് കിച്ചടി വാങ്ങിച്ചായിരുന്നു രാത്രി കഴിക്കാൻ വേണ്ടി. IRCTC മറ്റേ ഫുഡ് കോൺട്രാക്റ്റിന്ന് ഒരു 10 മിനിറ്റ് തേച്ചായിട്ടോ നമ്മുടെ ആശ്രമ എക്സ്പ്രസ് ഇവിടെ എത്തിയത്. ഹൈ റൈസ് പാൻഡോ സെക്ഷൻ ആട്ടോ ഇതെല്ലാം. കണ്ടോ നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. നമ്മൾ നാളെ റിവാടി വരെ റിവാടി കഴിഞ്ഞാൽ അങ്ങോട്ട് കുറച്ച് ഭാഗം വരെ ഹൈ റൈസ് പാൻഡ് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് തിളങ്ങുന്ന ഒരു സ്റ്റേഷനാണ്. നോക്കി നമ്മുടെ നാട്ടിലാണ് കേട്ടോ ഈ IRCTC കാറ്ററിങ് വലിയ ഇതില്ലാത്തത്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഡൊമിനോസ് കാണും. ഡൊമിനോസ് ആണെങ്കിൽ മിനിമം ഓർഡർ 300 രൂപ. അത് കൂട്ടി വെച്ചേക്കോ, വേറെ അങ്ങും ഒരു കുന്തവും ഇല്ല. പിന്നെ കോട്ടയത്തും തിരുവനന്തപുരത്തൊക്കെ എന്തോ കാറ്ററിംഗ് ഒക്കെ ഉണ്ട്, പക്ഷേ എല്ലാം ഭയങ്കര റേറ്റാണ്. ഇവിടൊക്കെയാണ് നല്ല ചീപ്പ് റേറ്റ് കിട്ടും. ഇവിടെയാണ് കേരളം വിട്ടാൽ പിന്നെ ഈ കാറ്ററിംഗ് നല്ലപോലെ കിട്ടും. കേരളത്തിനൊരു കുന്തവും ഇല്ല. ഈ ഇവിടെ വന്നാലും എസ്പെഷ്യലി ഗുജറാത്തി നല്ല അടിപൊളി കിച്ചടി കിട്ടും കേട്ടോ. കിച്ചടി എന്ന് പറയുന്നത് ഈ മെയിനായിട്ട് ഈ പരിപ്പ് കറിക്കകത്ത് കുറച്ച് പച്ചരിച്ചോറിട്ട് അങ്ങനെ ഇരിക്കും. അതേപോലെ തന്നെ ഏകദേശം അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ ഏകദേശം ഇരിക്കുന്നത് നല്ല അടിപൊളിതാണ് കേട്ടോ. ഈ നൈറ്റ് ട്രെയിൻസ് നല്ല രസമാണ്. വൈകിട്ട് കയറി രാവിലെ ഒരു 8 മണി അല്ല 9 മണി 10 മണി എത്തുന്ന വണ്ടികളാണെങ്കിൽ നല്ല രസമാണ്. ഇത്രയും നല്ല സുഖമാണ്. നൈറ്റ് ജേർണിയൊക്കെ ഇഷ്ടമാണെങ്കിൽ നല്ല സുഖമാണ് നൈറ്റ് വണ്ടികളിൽ പോകാൻ വേണ്ടിയിട്ട്. ഈ ഡബിൾ സ്റ്റാക്ക് ഫ്ലൈറ്റ് പോകുന്ന റൂട്ടിലെ ഈ പാലങ്ങളുണ്ടല്ലോ, അതായത് ഈ ROB ഉണ്ടല്ലോ, ROBക്ക് ഇതേപോലെ അത്രയും ഹൈറ്റ് ഉണ്ടാകും കേട്ടോ. ഇതിപ്പോൾ ഇരുട്ടായതുകൊണ്ട് കാണുന്നില്ല, നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ROB റോഡൊക്കെ പണിയുകയാണെങ്കിലും അത്രയും ഹൈറ്റ് കൂട്ടിയായിരിക്കും അവർ പണിയുന്നത്. നമ്മൾ പാലൻപൂർ ജംഗ്ഷൻ എന്നൊരു സ്ഥലത്തെത്തി. അടുത്ത സ്റ്റോപ്പാണ് അബൂ റോഡ് കേട്ടോ. അബൂ റോഡ് രാജസ്ഥാനിലാണ്. അബൂ റോഡ് ഇത് ഗുജറാത്താണ്, അബൂ റോഡ് രാജസ്ഥാനിലാണ്. ഇവിടെ പുറത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര അണുപ്പ് കേട്ടോ. ഡൽഹിയിലൊക്കെ ഭയങ്കര മോശം കാലാവസ്ഥ, മീൻസ് സ്മോഗാണ് അവിടെ. എയർ പൊല്യൂഷനൊക്കെ ഭയങ്കരമാണ്. നല്ല തണുപ്പ്. ഞാൻ അകത്ത് വരട്ടെ. നടത്തിട്ട് വയ്യേ. ഇപ്പോഴെങ്ങനെയാണ് വെളുപ്പിന് എന്തുമായിരിക്കും എൻ്റെ ദൈവമേ. ഇവിടെ നമ്മൾ 13 മിനിറ്റ് നേരത്തെ വന്നു കേട്ടോ. അതാണ് ഈ പിടിച്ചിട്ടേക്കുന്നത്. ഞാൻ വെച്ച് എന്തുവാന്ന് പിന്നെ സമയം നോക്കിയപ്പോഴായിരുന്നേ 9:57 ഇവിടത്തുള്ളൂ. നമ്മളിപ്പോൾ രാജസ്ഥാനിലെ അബൂ റോഡ് എത്താറായിട്ടുണ്ട്. വണ്ടി ഓൺ ടൈം കേട്ടോ, എങ്ങും ലേറ്റ് ഒന്നുമില്ല. ഇപ്പോൾ രാവിലെ എൻ്റെ കാണാം. ഇനി എല്ലാവരും കിടന്നിറങ്ങി രാവിലെ കാണാം. രാവിലെ എല്ലാം അടിപൊളി തണുപ്പായിരിക്കും. രാവിലെ 5:45 ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയാൽ എൻ്റെ പൊന്നെ തണുത്തിട്ട്. ടെമ്പറേച്ചർ എത്ര പറയാം, 9 ഡിഗ്രി 9. ഞാൻ വെച്ചാൽ 10-15 വല്ലായിരിക്കും ഇത്. 9 ഡിഗ്രി. പുറത്തിറങ്ങാൻ രക്ഷയില്ല. ഞാൻ ഇട്ടേക്കുന്ന ഈ ഒറ്റ ഉടുപ്പ് മാത്രമേ ഉള്ളൂ. നേരം വിളക്കട്ടെ. ഡൽഹിയിൽ ഇത്രയും നടപ്പില്ലെന്ന് ഇന്ന് രാജസ്ഥാനല്ല. 9 ഡിഗ്രി. നേരം വെളുത്തിട്ടുമില്ല, ഒന്നുമില്ല. നല്ല വീടില്ല വണ്ടി. എവിടെ എത്തിയൊന്നും ഒരു പിടുത്തവും ഇല്ല, റേഞ്ച് കിട്ടുന്നില്ല. രാജസ്ഥാനിലെ ബന്ദിക്കോയ് ജംഗ്ഷനിൽ നമ്മൾ എത്തി കേട്ടോ. ഇവിടെയും ടെമ്പറേച്ചർ 9 ഡിഗ്രിയാണ്. എന്തോ തണുപ്പറിയാമേ ഇത്, എനിക്കറിയാമേ രക്ഷയില്ല. ഈ കോട്ടും തണുപ്പത്ത് ആ സ്ലീപ്പറിൽ യാത്ര ചെയ്യുന്നവരെ, ജനറൽ യാത്ര ചെയ്യുന്നവരെ സമ്മതിച്ചാണ് കൈ കൂപ്പുന്ന അവര്. എങ്ങനെയൊക്കെ ജനലടച്ചിട്ടാലും കാറ്റകത്ത് കയറുമല്ലോ. ആൽവാർ ജംഗ്ഷൻ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ കാലാവസ്ഥ 10 ഡിഗ്രി കേട്ടോ. നമ്മളാണ് ഈ ഒറ്റ ഉടുപ്പിട്ട് നടക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ നടക്കുന്നതൊക്കെ എങ്ങനെയാണ്. ഇത് കണ്ടോ, ചേഞ്ച് ഹിയർ ഫോർ ആഗ്ര, പ്രയാഗ്രാജ്, റിവാടി, ഹിസാർ, ഡൽഹി, ഹരിദ്വാർ, ഋഷികേശ്, ജമ്മു തവി. ഇത് ഇങ്ങോട്ടേക്കെല്ലാം പോകുന്ന ഒരു മെയിൻ സ്റ്റേഷനാണ് കേട്ടോ. ഇപ്പോൾ ഈ പല വണ്ടികളും ഇവിടെ നിന്ന് തിരിഞ്ഞാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ആഗ്രയ്ക്ക് പോകുന്നത് ഇവിടെ നിന്ന് തിരിഞ്ഞാന്ന് തോന്നുന്നു, ആൽവാറും തിരിഞ്ഞാന്ന് തോന്നുന്നു. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാജസ്ഥാനിലാണ്. രാജസ്ഥാനിന് ഖൈർത്തല സ്റ്റേഷൻ കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിവാടി കയറും. റിവാടി മറ്റേതാ ഹരിയാന, ആ ഒരു മെയിൻ സ്റ്റേഷനാണ് റിവാടി എന്ന് പറയുന്നത്. കുറേ ലൈനും കൂടെ കൂടി ചേരുന്ന ഒരു മെയിൻ സ്റ്റേഷനാണ്. നമ്മൾ 1-2 ആ വഴി പോയിട്ടുണ്ട്. സബർമതിയിൽ നിന്ന് എനിക്ക് ഈ വണ്ടിക്ക് ഡൽഹിക്ക് പോകാൻ വേണ്ടി 1825 രൂപയാണ് സൂപ്പർ ഫാസ്റ്റ് ഫെയർ. സൺറൈസ് ഉണ്ട്. ഇപ്പോൾ സമയം എത്രയായി? 7:15. ഇവിടെ 7:15 സൂര്യൻ ഉദിക്കുന്നത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ടെമ്പറേച്ചർ കൂടിക്കൂടി വരുന്നുണ്ട്.
വണ്ടി ശരിക്കും ഫുള്ളാണ്. ഇന്നലെ സ്റ്റാർട്ട് നോക്കി സെക്കൻഡ് എ സിയിലൊരു 2-3 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ വേക്കൻറ്റ്. ബാക്കി സ്ലീപ്പർ എ സി എല്ലാം ഫുള്ളാണ്. ഇന്നലെ ഞാൻ റൈറ്റ് ഷെയറിങ് കണ്ടോ. സാബർമതിയിൽ ദില്ലി പോയിട്ട് ദില്ലിയിൽ നിന്ന് 2299 എന്നൊരു നമ്പറിലാണ് മാൻഡോർ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ജോധ്പൂരിലേക്ക് പോകുന്നത്. കണ്ടോ, മാൻഡോർ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ജോധ്പൂരിലേക്ക് പോകുന്നെങ്കിൽ നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ആണെങ്കിലും ഈ റേക്ക് വെസ്റ്റേൺ റെയിൽവേയുടെ റേക്കാണ്. അതായത് നമ്മുടെ എറണാകുളം മഡ്ഗാവ് എക്സ്പ്രസ് ഉണ്ടല്ലോ, അത് നോർത്ത് ഇന്ത്യയിലുള്ള റേക്കല്ല, അത് മറ്റേ ഗോവ സമ്പർക്രാന്തി ആയിട്ട് മഡ്ഗാവ് വന്നിട്ട് എറണാകുളത്തേക്ക് പോകുന്നത്. അതേപോലത്തെ സെയിം പരിപാടിയാണ് ഇവിടെ. ഇത് ഖത്രയിൽ നിന്നും സബർമതിയിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ആട്ടോ. ഖത്ര ഉണ്ടല്ലോ, ശ്രീമാതാ വൈഷ്ണോദേവി ഖത്ര, അവിടെ നിന്ന് സബർമതിയിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനാണ്. അപ്പോൾ അത് ഇവിടെ കൈർത്തൽ സ്റ്റേഷനിൽ കയറാൻ നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ഇതിനകത്ത് പാൻഡറൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്നൊരു ചായ ഉണ്ടെന്നു. അഹമ്മദാബാദിലെ ചായക്കാട്ടും കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. അയ്യോ, നമ്മുടെ ആശ്രം എക്സ്പ്രസ് ഏതോ ഒരു വണ്ടിയിൽ ഓട്ടോയ്ക്ക് അടിക്കുന്നു. ഏത് വണ്ടിയാണെന്നു പേരസ്പെക്ട് നോക്കിയിട്ട് പറയാവേ. എൻ്റെ ഓട്ടോയ്ക്ക് അടിക്കുന്നുണ്ടാ, ജീനയും വെച്ച് ഏതോ വണ്ടിയാ. അതൊരു സ്പെഷ്യൽ ട്രെയിൻ. ഓക്കേന്ന് സരീരോഗിൽ വരെ പോകുന്ന ഒരു സ്പെഷ്യലിന് നമ്മളിപ്പോൾ ഓട്ടോയ്ക്ക് അടിച്ച്. നമ്മളങ്ങനെ റിവാഡി ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു വണ്ടി ഉണ്ട്, അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അമ്പേ ശതാബ്ദി എക്സ്പ്രസ്, ന്യൂഡൽഹിയിൽ നിന്ന് അജ്മീർ പോകുന്ന ശതാബ്ദി ആട്ടോ ഇത്. എനിക്ക് ഈ ശതാബ്ദി പണ്ട് ഡീസലായിരുന്നു കേട്ടോ. ഡീസലായിരുന്ന സമയത്തൊക്കെ ഈ ശതാബ്ദി ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇതിൻ്റെ കുറേ വീഡിയോ ഉണ്ട് അടിച്ച് പിന്നിച്ച് പോകുന്ന. ഡീസൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന റീസെൻ്റ് ആയിട്ട് ഇലക്ട്രിഫൈ ആയൊരു ശതാബ്ദിയാണ്. റീസെൻ്റ് എന്ന് വെച്ചാൽ ഒത്തിരി വർഷമായി, പക്ഷേ ഡീസൽ വെച്ച് ഓടിക്കൊണ്ടിരുന്നതിൽ ലാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരുന്ന ശതാബ്ദിയായിരുന്നു ഈ കാണുന്ന ഈ അജ്മീർ ശതാബ്ദി. നമ്മളിപ്പോൾ ഹരിയാന സംസ്ഥാനത്തിലാണ്. ഈ റിവാഡി എന്ന് പറയുന്നത് കുറേ ലൈൻ വന്ന് കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഡൽഹി, ബത്തിൻഡ, റോത്തക്ക് അങ്ങനെ പല സ്ഥലത്തേക്കും ഇവിടെ നിന്ന് ലൈൻ തിരിയുന്നുണ്ട്. ബിക്കാനീറിലേക്ക് അങ്ങനെ പല റൂട്ടിൽ നിന്ന് വരുന്ന വണ്ടി ഇവിടെ എല്ലാം സംയോജിച്ചാണ് ഇവിടെ നിന്നാണ് ഡൽഹിക്ക് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ വണ്ടിക്കും ഇവിടെ സ്റ്റോപ്പും ഉണ്ട്. RCF കപൂർത്തലയിൽ 2022 ഫെബ്രുവരിയിൽ ഉണ്ടാക്കിയാണ് നമ്മുടെ കോച്ച് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടും ഡബിൾ സ്റ്റാക്ക് റൂട്ടാണ് കേട്ടോ. മറ്റേ ഹൈ റൈസ് പാൻറ്റൊക്കെ പ്രവർത്തിപ്പിക്കുന്ന റൂട്ടാണ് നമ്മളീ പോകുന്നത്. അടുത്തിട്ട് വയ്യ എന്നെ മുന്നേ. ഇപ്പം 13 ഡിഗ്രി, ഇപ്പോൾ കുറച്ച് ടെമ്പറേച്ചർ കൂടി. ഡൽഹിയിൽ 18 കാണിച്ചത്. ഇത് ഇവിടെ നിന്ന് ഇനി തണുപ്പ് കൂടുതൽ ആർക്കറിയാം. നോൺ AC കോച്ചുകളിലെല്ലാം ജനാല അടച്ചിട്ടേക്കുക കേട്ടോ, കാരണം തണുപ്പല്ലേ. അയ്യോ, അതൊക്കെ തുറക്കത്തില്ല. ആരും തുറന്നാൽ അടി കിട്ടും. ഇവിടെ വന്ന് അധികം നേരം നിർത്തിയിട്ടില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ എടുത്തു. എൻ്റെ അവിടെ കിടക്കുന്ന ആ ഫ്ലൈറ്റ് അത് ഡബിൾ സ്റ്റാക്ക് വേണ്ട. 2-3 ബാഗുകളിൽ അങ്ങനെ മുകളിൽ അത് വെച്ചിട്ടുള്ളൂ കേട്ടോ, എല്ലായിടത്തും വെച്ചിട്ടില്ല. നമ്മളിപ്പോൾ പട്ടോടി റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ്.
4G വെച്ച് ഒരു ഫൈറ്റ് കിടന്നുണ്ട്. ഇത് 4G മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ കുന്തമില്ല. ഇതൊക്കെ എൻ്റെ മുന്നിൽ ഒരു മാലയൊക്കെ ഇട്ട് കരിഞ്ഞു പോയി. റോസ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ വണ്ടി ഇതിലായിട്ട് ഡിലേ ആയിട്ടില്ല കേട്ടോ. എല്ലായിടത്തും ഓൺ ടൈമാണ്, പക്ക ഓൺ ടൈം. അതെന്തോ വലിയ ഭാഗ്യമാണ്. ഇവിടെ ഫോഗ് ഇഷ്യൂ ഒക്കെ വരുമ്പോൾ വണ്ടി ഡിലേ ആവാറുള്ള, പക്ഷെ ഇവിടെ അത്ര ഇപ്പം ഫോഗില്ല. ഇനിയിപ്പോൾ എല്ലായിടത്തും പിടിച്ച് പയ്യേ പോകത്തുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഗുർഗാവാണ്. അതിനി ഏത് കാലത്ത് എത്തുന്നുണ്ടോ. ഇനിയിപ്പം ഇത്ര നേരം ഓൺ ടൈം ഓടിയില്ല. ഇനിയിപ്പം ഡൽഹി എത്താറായില്ല. ഇനിയിപ്പോൾ പയ്യെ പോകത്തുള്ളൂ. ഏതോ ഒരു സ്റ്റേഷനിലുണ്ട് ഒരു 10 മിനിറ്റ് ഇരുട്ടേ. ഇപ്പോൾ കണ്ട് പുറപ്പെട്ടു. ഇവിടെ നടുക്ക് ഒരു NMG കിടപ്പുണ്ട് കേട്ടോ. ഈ സാമാനത്തിന് അവർക്ക് നീല നിറം അടിക്കാൻ അറിയാം. നീല നിറമാണ് മറ്റേത് ഉണ്ട് കേട്ടോ. എന്നാലും നീല നിറം അടിച്ചിട്ടുണ്ട്. മറ്റേത് അടിച്ചാൽ എന്താ എനിക്കറിയാൻ പാടില്ലാത്ത. ഗുഡ്ഗാവ് എത്തിയത്. ഗുർഗാവ്, ഗുരുഗ്രാം, അങ്ങനെ പല പേര് പറയും ഈ ഒരു സ്ഥലത്തിന് വേണ്ടി. ഡൽഹിക്ക് ഔട്ടറിലുള്ളൊരു ടൗണാണ് ഈ ഗുഡ്ഗാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഭക്ഷണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഡോർ സൈഡിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു. ഭക്ഷണം നിന്നിട്ട് ഞാൻ വേഗം പോകാൻ പറഞ്ഞു. പുള്ളിക്ക് വേറെ ഓർഡർ കൊടുക്കാൻ വേണ്ടോ മിക്കവാറും. അതാ G2 വെച്ചൊരു NMG ഫ്ലൈറ്റ് കിടക്കുന്നുണ്ടോ നമുക്ക്. അതാ ഓണാ, എന്നിട്ട് സൗണ്ട് ഇല്ല കേട്ടോ. സാധനമൊക്കെ അടുത്തൂടെ വരുവാണോ ഒന്നും കേൾക്കത്തോലും ഇല്ല. ദൈവമേ, 2 NMG കിടപ്പുണ്ട് ഇവിടെ. ഞാൻ തവാറൊട്ടിയും ദാൽ കറിയാണ് പറഞ്ഞത് രാവിലെ കഴിക്കാൻ വേണ്ടി. അതാ കിട്ടിയത്. നല്ല അടിപൊളി പാക്കിങ് ആണ്ടോ, സെറ്റ് പാക്കിങ്. എൻ്റെ കൂടെ കുറേ പിക്കിളും ഒക്കെ ഉണ്ട്. ഈ വണ്ടി 10 മണിക്കല്ലേ ഓൾഡ് ഡൽഹി എത്തുന്നത്. അപ്പം ഈ നിർത്തും നല്ല ആൾക്കാർ കയറി. AC ഡോറിൻ്റെ അവിടെ എല്ലാം ഫുൾ ആൾക്കാർ. അടങ്ങുമ്പോൾ നിൽക്കാൻ പറ്റത്തില്ല, ഫുൾ ആൾക്കാരാണ് ഈ ഓഫീസ് ജോലിക്കാർ. എന്ത് പറയാനാ, നല്ല തിരക്കാണ് വണ്ടിയിൽ. ഇപ്പം ആ ഡോറിനവിടെ നല്ല തിരക്കാണ്. നമ്മൾ ഡൽഹി കണ്ടോൺമെൻറ് എത്താറായി കേട്ടോ. വണ്ടി ഇപ്പം ലേറ്റാണ് കേട്ടോ. ഈ ഒന്നുമില്ല 10 മണിക്ക് എത്തുന്നത്. കണ്ടോൺമെൻറ് സ്റ്റേഷനായപ്പോഴേ കുറേ പേര് ഇറങ്ങി കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങിപ്പോവുക. വേറെ 4 കോച്ച് മാത്രമുള്ളൊരു ഡെമോ ഉണ്ട്. 1, 2, 3, 4. എനിക്കൊരു CNG ആണോ സംശയമുണ്ട് കേട്ടോ. അറിയത്തില്ല, നോക്കട്ടെ CNG ആണോ എന്ന്. ഞാൻ പറഞ്ഞേ CNG ആണ് കേട്ടാ. CNG വെച്ച് ഓടുന്ന ഒരു ഡെമോ ആണ് നിങ്ങളെ കാണുന്നത് കേട്ടാ. അടിപൊളി അല്ലേ. ഈ ഡൽഹിയിൽ മാത്രമേ അങ്ങനെ കണ്ടുള്ളൂ CNG വെച്ച് ഓടുന്ന ഡെമോ. ഇതെല്ലാം ചേരി ഏരിയ കേട്ടോ. ഡൽഹി കണ്ടോൺമെന്റ് കഴിയുമ്പോഴേ ഫുള്ള് ചേരി ഏരിയയാണ്. മോഷണവും പിടിച്ചുപറിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമായത്. ഫുള്ള് വേസ്റ്റാന്ന് ചോദിക്കാൻ ദൈവമേ. ഇന്ത്യയുടെ തലസ്ഥാനമാണ്, പറഞ്ഞ കാര്യമില്ല. നമ്മൾ സരൈരോയിലേക്ക് എത്താറായി. അപ്പോഴേക്കും തന്നെ അവിടെ തമിഴ്നാട് എക്സ്പ്രസിൻ്റെ ബ്രേക്ക് കിടക്കുന്നുണ്ടോ. ഈ വണ്ടിക്കാണ് നമ്മൾ ഇനി നേരെ ചെന്നൈക്ക് പോകാൻ പോകുന്നത് നാളെ കേട്ടോ, തമിഴ്നാട് എക്സ്പ്രസ്സിന്. ഇത് മീററ്റ് കണ്ടോൺമെന്റ് നിന്ന് ശ്രീഗംഗാനഗർ പോകുന്നൊരു എക്സ്പ്രസ് ആണ്. അല്ല, ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ, ഈ സാധാരണ എക്സ്പ്രസ് ട്രെയിൻ എല്ലാം WP5 ലോക്കോ കേട്ടോ. ശ്രദ്ധിച്ച ഒരു കാര്യം. ഇല്ലെങ്കിൽ വണ്ടിയുടെ പരിവം കണ്ടിട്ട് ദൈവമേ,
ചെളി പിടിച്ച് അത് കഴുകിയിട്ട് വർഷങ്ങളായെന്ന് തോന്നുന്നു. 10 മണിക്ക് നമ്മൾ ഓൾഡ് ഡൽഹി കയറേണ്ടതാണ്. എനിക്ക് തോന്നുന്നു മറ്റേ നിസാമുദ്ദീൻ റൂട്ടിലേക്കായിട്ട് ട്രാഫിക് ഈ റൂട്ടിലാന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര അടിച്ചില്ല, ഓരോ സിഗ്നലിൻ്റെ മുന്നിൽ കൊണ്ട് ഇങ്ങനെ ചവിട്ടുക. മുന്നിൽ വേറെ വണ്ടിയുണ്ട്. നമ്മൾ സരൈ രോഗിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല നമ്മുടെ വണ്ടിക്ക്, സ്കിപ്പാണ്. ഡൽഹി കണ്ടോൺമെൻ്റ് ആണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഇനിയിപ്പോൾ ഉള്ളത് ഓൾഡ് ഡൽഹിയിലാണ്. അതുകൊണ്ട് ആന്ധ്രാപ്രദേശ് എക്സ്പ്രസിൻ്റെ റേക്കാണ് കിടക്കുന്നത് കേട്ടോ. വിശാഖപട്ടണത്ത് നിന്ന് ന്യൂഡൽഹി വരെ പറഞ്ഞ ആന്ധ്രാപ്രദേശ് എക്സ്പ്രസിൻ്റെ റേക്ക്. ഇതുണ്ട്, ഈ ഷണ്ടി ലോക്കോടെ പേരുണ്ട് വജ്ര. കൊള്ളാല്ലേ, നല്ല ഭംഗിയുണ്ട് ആ ഷണ്ടി ലോക്കോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കിഷൻഗഞ്ച് സ്റ്റേഷനിലും ഇതേപോലെ ഒരു CNG ഡെമോ കൊടുക്കുന്നുണ്ടോ. നൈസ് അല്ലേ. ഇവിടുത്തെ പൊല്യൂഷൻ കാരണമായിരിക്കും അവർ മിക്കവാറും CNG ആക്കിയത് ഡീസലിന് പകരം. അങ്ങനെ ഓൾഡ് ഡൽഹി എത്താറായി. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇവിടെ നിന്ന് റൈറ്റിലോട്ടൊരു ട്രാക്ക് ഉണ്ട്. ആ റൈറ്റിലോട്ട് പോയാൽ ന്യൂഡൽഹി എത്തി. ഇവിടെ നിന്ന് ന്യൂഡൽഹിയിലേക്ക് റൈറ്റിലെടുത്ത് പോകാം, നേരെ പോയാൽ ഓൾഡ് ഡൽഹി പോകാം. അങ്ങനെ ഒരു നാലങ്കോടി ജംഗ്ഷനാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഈ നാലങ്കോടി ജംഗ്ഷനായിട്ട് ട്രെയിനൊക്കെ വളരെ പയ്യാണ് പോകുന്നത്. സിഗ്നലും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയത്. ലോക്കോ ഉണ്ട്, അത് WDP3 എന്ന് പറഞ്ഞൊരു പഴയ ലോക്കോ ആണ്. അത് ഈ ഡൽഹി ഭാഗത്ത് മാത്രം കാണുന്ന ഒരു കിടില ലോക്കോ അത് കേട്ടോ. ആൽക്കോ കാറ്റഗറി വരുന്ന ഒരു ലോക്കോ ആണ്. ഞങ്ങൾ അതിനെ ടോസ്റ്റർ എന്ന് പറയും. ഇവിടെ കുറെ ഇങ്ങനത്തെ ലോക്കോ ഉണ്ടല്ലോ, വജ്ര എന്നും പറഞ്ഞുകൊണ്ട് ഷണ്ടിങ് ലോക്കോ പുതിയതായിട്ട് പെയിന്റൊക്കെ എടുത്ത് നൈസാണല്ലോ. അങ്ങനെ നമ്മൾ 10:40 ആയപ്പോൾ എത്തി ഓൾഡ് ഡൽഹിയിൽ. ദില്ലി ജംഗ്ഷൻ കണ്ടോ, ഇവിടെ വരെയുള്ള നമ്മുടെ വണ്ടി. അയ്യോ എന്തോ എടുത്തിട്ടായിരുന്നു ദൈവമേ. അയ്യോ ഉരുണ്ട് നമ്മൾ ഡൽഹി എത്തി. ഇവിടെ മൊത്തം മറ്റേ സ്മോഗാണ് കേട്ടോ, സ്മോഗ്. പുറത്ത് കിടന്ന ട്രെയിൻ ഭയങ്കര ഓൾഡ് വളരെയായി. ദില്ലി എത്തി ഗൈസ്, ദില്ലി. നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത് ഓൾഡ് ഡൽഹി ജംഗ്ഷൻ അഥവാ ഡൽഹി ജംഗ്ഷൻ എന്ന് പറയും. അതായത് ന്യൂഡൽഹിക്ക് അടുത്തുള്ള സ്റ്റേഷനാണ്. ഈ ഗുജറാത്ത് പിന്നെ രാജസ്ഥാൻ ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിനുകളൊക്കെ ഇവിടെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. ഇത് ന്യൂഡൽഹി പോലെ തന്നെ വലിയ സ്റ്റേഷനാണ് കേട്ടോ. നമ്മുടെ വണ്ടി വന്ന് ഇറങ്ങിയത് ഇവിടുത്തെ 12ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഗൈസ്. ഒരു വെറൈറ്റി WDP40 കിടക്കുന്നുണ്ട്. അത് ടിൻ ലോക്കോസ് ആണ്. അതിന്റെ പുറകിൽ വേറെ ലോക്കോ കൂടെ ഉണ്ട്. ഇത് കാണിച്ചു തരാം, എന്താ സംഭവം എന്ന് കാണിച്ചു തരാവേ. ഇത് ഇവിടുത്തെ തുഗ്ലക്കാബാദ് ഷെഡുകാരെ ഓരോ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ പേരിൽ ഓരോ ലോക്കോ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് BB ദലേർകോർ എന്ന് പറഞ്ഞൊരു ഫ്രീഡം ഫൈറ്ററിന്റെ പേരിലുള്ള ഒരു ലോക്കോ ആണ് കേട്ടോ. അടിപൊളിയല്ലേ, നല്ല കളർ സ്കീം കണ്ടോ, സെറ്റ് അല്ലേ. ഇത് ട്വിൻ ലോക്കോസാ. പുറയിലത്തെ ലോക്കോ കണ്ടോ, 2 ഓണാ കണ്ടോ. റെയിൽ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഡൽഹി വന്നാൽ അവർക്ക് ഇഷ്ടം പോലെ പല വെറൈറ്റി ലോക്കോസ് കാണാൻ സാധിക്കും കേട്ടോ. ഇഷ്ടം പോലെ ഇങ്ങനത്തെ പല കളറിലെയും പല ക്ലാസ് ലോക്കോമോട്ടീവ്സ് നമ്മളവിടെ ഒന്നും കാണാത്ത ടൈപ്പ് ലോക്കോസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. അതാണ് ഇവിടെ വന്നുള്ള പ്രത്യേകത. നിങ്ങൾക്ക് പലതരം ഡീസൽ ലോക്കോമോട്ടീവ്സ് ആണെങ്കിൽ ഇവിടെ ഓൾഡ് ഡൽഹി സ്റ്റേഷനിൽ വരണേ. ഇലക്ട്രിക് ലോക്കോസ് കൂടുതലുള്ളത് ന്യൂഡൽഹി നിസാമുദ്ദീനില്ല. പക്ഷേ ഡീസൽ കൂടുതലുള്ള ഈ ഡൽഹി ഭാഗത്താണ്. അവിടെ ന്യൂഡൽഹി നിസാമുദ്ദീനൊക്കെ പോയാൽ കൂടുതലും ഇലക്ട്രിക്കാണ് വരുന്നത്. എല്ലാം P7 അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. ന്യൂഡൽഹി സ്റ്റേഷനെക്കാട്ടും കാണാൻ ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഓൾഡ് ഡൽഹി സ്റ്റേഷൻ കേട്ടോ. നല്ല ഭംഗിയാണ്, ചുമന്ന നിറത്തിലുള്ള കെട്ടിടമാണ് കേട്ടോ. ഒരു കോട്ട പോലെയില്ലേ, നല്ല സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഓൾഡ് ഡൽഹി സ്റ്റേഷൻ്റെ ബിൽഡിംഗ് കേട്ടോ. ഇവിടെ നിന്ന് മെട്രോ കയറി നമ്മൾ താമസിക്കുന്നത് വൈശാലി മെട്രോ സ്റ്റേഷൻ അടുത്തായിട്ടാണ്. ഇവിടെ നിന്നൊരു
15 കിലോമീറ്റർ ഉണ്ട്. ഗാസിയാബാദ് എന്ന സ്ഥലത്താണ് അവിടെ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് മെട്രോയ്ക്ക് ഒരു 1.25 മണിക്കൂറുണ്ട്. പിന്നെ അവിടെ ചെന്ന് കാണാം. ഞാൻ മെട്രോയ്ക്ക് വന്ന് ഇവിടെ വൈശാലി മെട്രോ സ്റ്റേഷൻ അവിടെ ഇറങ്ങി. ഇത് ബ്ലൂ ലൈനാണ് ഡൽഹി മെട്രോയുടെ. അപ്പോൾ വൈശാലി മെട്രോ സ്റ്റേഷൻ വരെ ട്രെയിൻ ഓടുന്നുള്ളൂ. ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ ഉണ്ട് ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക്. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കും. ഇതൊരു വലിയൊരു ഹൈവേ ആണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഉള്ള ശരിക്കും ഉത്തർപ്രദേശിലാണ്, ഇത് ഡൽഹി അല്ല. ഡൽഹിന്ന് പ്രോപ്പർ സിറ്റിയിൽ നിന്ന് ഒരു 45 മിനിറ്റ് യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉത്തർപ്രദേശിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. ഉത്തർപ്രദേശിലാണ് ഈ ഗാസിയാബാദൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള UP-യിലാണ് കേട്ടോ. യു പി ഈ കാണുന്നിടത്താണ് താമസിക്കുന്നത്. കൊള്ളാം, നല്ല സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു കേട്ടോ. റിസപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് പോയിട്ട്. അപ്പോൾ ഇതാണ് ഡൽഹിയിൽ താമസിക്കുന്ന റൂം. ഇതെനിക്ക് 1600 രൂപയ്ക്ക് കിട്ടിയാണ്. നല്ല റൂമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആശ്രമ എക്സ്പ്രസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ശ്രദ്ധിക്കുന്നു. ഇന്നലെ രാവിലെ 3:30 ഇട്ട ഡ്രസ്സായത്. ഡ്രസ്സ് മാറണം ഇനി. അപ്പോൾ ഇനി അടുത്ത നമ്മളിനി തിരിച്ച് പോവാണ്. തിരിച്ചു പോകുന്നത് ഇനി തമിഴ്നാട് എക്സ്പ്രസ്സിനാണ്. end to end ഡൽഹി ടു ചെന്നൈ. എന്നിട്ട് അവിടെ നിന്ന് ചേരൻ എക്സ്പ്രസ്സിന് കയറിയിട്ട് കോയമ്പത്തൂർ, എന്നിട്ട് അവിടെ നിന്ന് പിന്നെ നാട്ടിലേക്ക്, അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ തമിഴ്നാട് എക്സ്പ്രസ്സിൻ്റെ 2 വീഡിയോ കാണും. അപ്പോൾ തമിഴ്നാട് എക്സ്പ്രസ്സിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം. നെക്സ്റ്റ് കാണാം. ബൈ.